ഹലോ. കേരള പി എസ് സിയിൽ ഉറപ്പായിട്ടും ചോദിക്കുന്നതും അതുപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ളൊരു ഭാഗമാണ് SCRT ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്. ഇന്നത്തെ വീഡിയോയിൽ ഹിസ്റ്ററിയിൽ SCRT ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് പാഠഭാഗത്തേക്ക് കിടക്കാം. ഒരു ഉദ്ബോധനം എന്ന കവിത രചിച്ചതാര്? കുമാരനാശാൻ. ഒരു ഉദ്ബോധനം, കുമാരനാശാൻ. കവിതയിലെ ചില വരികളാണ്: സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ഈ വരികൾ രേഖപ്പെടുത്തിയ ഫലകം കായിക്കരയിലെ കുമാരനാശാൻ സ്മാരകത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കായിക്കരയിൽ മാത്രമല്ല, തോന്നയ്ക്കലിലും കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വരികൾ രേഖപ്പെടുത്തിയ ഫലകം കായിക്കരയിലെ കുമാരനാശാൻ സ്മാരകത്തിലാണ് ഉള്ളത്. പാരമ്പര്യ വിശ്വാസങ്ങളെ അവഗണിച്ച് യുക്തിക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് യൂറോപ്പിൽ രൂപപ്പെട്ട സാംസ്കാരിക മുന്നേറ്റമാണ് ജ്ഞാനോദയം. പാരമ്പര്യ വിശ്വാസങ്ങളെ അവഗണിച്ച് യുക്തിക്കും വ്യക്തി സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് ജ്ഞാനോദയം. ഇപ്പോൾ യൂറോപ്പിൽ ശാസ്ത്രരംഗത്തുണ്ടായ കണ്ടുപിടുത്തങ്ങൾ ജ്ഞാനോദയം എന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകിയിട്ടുണ്ട്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യത്തിന് രൂപം നൽകിയതാര്? ജെയിംസ് ഓട്ടിസ്. അപ്പോൾ ഏതാണ് മുദ്രാവാക്യം? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ജെയിംസ് ഓട്ടിസ്. 17-ാം നൂറ്റാണ്ടിൽ അമേരിക്കയിലെത്തി അവിടെ ആദ്യമായി കോളനികൾ സ്ഥാപിച്ച ഇംഗ്ലീഷുകാർ അറിയപ്പെട്ടിരുന്നത് തീർത്ഥാടക പിതാക്കൾ എന്നാണ്. തീർത്ഥാടക പിതാക്കൾ. മെയ്ഫ്ലോർ കപ്പലിലാണ് അവരെത്തിയത്. അപ്പോൾ എന്താണ് അറിയപ്പെടുന്നത്? തീർത്ഥാടക പിതാക്കൾ. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്നായിരുന്നു ഇവരുടെ യാത്ര. അവരെത്തിയ കപ്പൽ ഏതാണ്? മെയ്ഫ്ലവർ. അമേരിക്ക കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. ആരാണ്? ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. 1492 സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ നാവികനായി വടക്കേ അമേരിക്കയിലെത്തിയ ഇദ്ദേഹം ഇന്ത്യ ആണെന്ന് തെറ്റിദ്ധരിച്ച് തദ്ദേശീയരായ ആൾക്കാരെ ഇന്ത്യക്കാരെന്ന് വിളിച്ചു. പിൽക്കാലത്ത് ഇവർ റെഡ് ഇന്ത്യൻസ് എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ അമേരിക്ക കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് ആണ്. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നയം എന്ത് പേരിൽ അറിയപ്പെടുന്നു? മെർക്കൻറ്റിലിസം. അപ്പോൾ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നയം മെർക്കൻറ്റിലിസം എന്ന പേരിൽ അറിയപ്പെടുന്നു. ബോസ്റ്റൺ ടീ പാർട്ടി ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയില നികുതി കൂട്ടിയതിനാൽ അമേരിക്കയിൽ പ്രതിഷേധമുയർന്നു. 1773 ഡിസംബർ 16 രാത്രി ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിലെ 342 പെട്ടി തേയില ബോസ്റ്റണിലെ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ചു വന്ന ഒരു ഭാഗം ജനങ്ങൾ കടലിലേക്ക് എടുത്ത് വലിച്ചെറിഞ്ഞു. ഇതാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നത്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 1773 ഡിസംബർ 16. അപ്പോൾ എന്തായിരുന്നു റീസൺ? തേയില നികുതി കൂട്ടിയതിനാലായിരുന്നു. 1773 ഡിസംബർ 16. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ഈ വാക്കുകൾ ആരുടേതാണ്? ജോൺ ലോക്ക്. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. ജോൺ ലോക്കാണിത് പറഞ്ഞത്. ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. ഈ വാക്കുകൾ ആരുടേതാണ്? തോമസ് പെയിൻ. ഏതെങ്കിലും വിദേശ ശക്തിക്ക്, അതായത് ഇംഗ്ലണ്ടിനാണ് ഉദ്ദേശിക്കുന്നത്, ഈ വൻകര വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല. തോമസ് പെയിൻ്റെ വാക്കുകളാണിത്. എന്താണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ നയങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരെ പ്രതികരിക്കാൻ ജോർജിയ ഒഴികെയുള്ള കോളനിയിലെ പ്രതിനിധികൾ 1774 ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ഇതാണ് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എന്നറിയപ്പെടുന്നത്. എന്നാണ്? 1774 ജോർജിയ ഒഴികെ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇതിനുശേഷം എന്ത് സംഭവിച്ചു? ഇതിനുശേഷം തങ്ങളുടെ സമ്മതമില്ലാതെ നികുതി കൂട്ടരുതെന്നാവശ്യപ്പെട്ട് ഇംഗ്ലണ്ടിലെ രാജാവിന് പരാതി നൽകി. പക്ഷേ രാജാവ് ഇവരെ അടിച്ചമർത്താൻ സൈന്യത്തെ അയച്ചു. ഇത് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വഴിവെച്ചു. പിന്നീട് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് കൂടി 1775 ഫിലാഡൽഫിയയിൽ തന്നെയാണ് രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. ഇതിൽ ജോർജ് വാഷിങ്ടനെ അവരുടെ സൈന്യത്തിൻ്റെ തലവനാക്കി. അപ്പോൾ രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1775, രണ്ട് കോൺഗ്രസും 1774, 75 നടന്ന ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസും രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസും എവിടെയാണ്? ഫിലാഡൽഫിയയിൽ തന്നെയാണ്. ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസിൽ ജോർജിയ വന്നില്ല. അപ്പോൾ
ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചതാര്? തോമസ് പെയിൻ ആണ്. അപ്പോൾ ആരാണ്? തോമസ് പെയിൻ. ഇംഗ്ലണ്ടിൽ നിന്നും വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ പ്രവൃത്തി എന്ന് പ്രഖ്യാപിച്ചത് തോമസ് പെയിൻ ആണ്. കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ആയിരുന്നു ഈ പ്രഖ്യാപനം. അപ്പോൾ കോമൺ സെൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ സെൻസ് എന്ന ലഘുലേഖയിലൂടെ ആയിരുന്നു തോമസ് പെയിൻ്റെ ഈ പ്രഖ്യാപനം. അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അമേരിക്കൻ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തിയത് എന്ന്? 1776 ജൂലൈ 4-നാണ്. എന്നാണ്? 1776 ജൂലൈ 4-നാണ്. ആരൊക്കെ ചേർന്നാണ് ഈ സ്വതന്ത്ര പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടെ ചേർന്നാണ് സ്വതന്ത്ര പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയത്. സ്വതന്ത്ര പ്രഖ്യാപനത്തോടെ ഇംഗ്ലണ്ടും അമേരിക്കൻ കോളനികളും തുടങ്ങിയ യുദ്ധം 1781 അവസാനിക്കുന്നത്. അപ്പോൾ 1776 ജൂലൈ 4-ന് അമേരിക്കൻ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തി. 1781 യുദ്ധങ്ങൾ അവസാനിക്കുന്നത്. 1783 പാരീസ് ഉടമ്പടിയോടെ ഇംഗ്ലണ്ട് 13 കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അപ്പോൾ പാരീസ് ഉടമ്പടി എന്നാണ്? 1783. ഇതിനുശേഷം എന്ത് സംഭവിച്ചു? അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കി, ആദ്യ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാവർക്കും ചില അവകാശങ്ങളുണ്ട് എന്നതാണ് അമേരിക്കൻ സ്വതന്ത്ര പ്രഖ്യാപനത്തിന്റെ ചുരുക്കം. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കാൻ നേതൃത്വം കൊടുത്തത് ആര്? ജെയിംസ് മാഡിസൺ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കാൻ നേതൃത്വം കൊടുത്തത് ജെയിംസ് മാഡിസൺ. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൺ. ആരാണ്? ജോർജ് വാഷിങ്ടൺ. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയും ഇതാണ്. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വച്ചത് അമേരിക്കൻ ഭരണഘടനയാണ്. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിന് നൽകിയതും അമേരിക്കൻ ഭരണഘടന തന്നെയാണ്. അപ്പോൾ റിപ്പബ്ലിക്കൻ ഭരണരീതി, ഫെഡറൽ രാഷ്ട്രം, ഇതൊക്കെ മുന്നോട്ട് വച്ചതാരാണ്? അമേരിക്കൻ ഭരണഘടനയാണ്. വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ്. വിപ്ലവങ്ങളുടെ മാതാവ് ഫ്രഞ്ച് വിപ്ലവം. ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചത് ലൂയി 14-നാണ്. ലൂയി 14-നാണ് ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചത്. ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞതാണ് ലൂയി 14-ൻ. അപ്പോൾ ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ചതാരാണ്? ലൂയി 14-ൻ. എനിക്കു ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15-നാണ്. എനിക്കു ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15-നാണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു? ലൂയി 16-നാണ്. ലൂയി 16-നാണ് ഫ്രഞ്ച് വിപ്ലവ സമയത്തെ ഫ്രാൻസിലെ ചക്രവർത്തി. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി ആന്റോയിനറ്റ് ആണ്. മേരി ആന്റോയിനറ്റ്. ലൂയി 16-ന്റെ ഭാര്യയാണ് മേരി ആന്റോയിനറ്റ്. നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ എന്നാണ് പറഞ്ഞത്. 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്ന അധികാര കേന്ദ്രമാണ് വേഴ്സായി കൊട്ടാരം. അപ്പോൾ വേഴ്സായി കൊട്ടാരമാണ് ഫ്രാൻസിന്റെ ഭരണം നിയന്ത്രിച്ചിരുന്ന അധികാര കേന്ദ്രം. ഫ്രഞ്ച് സമൂഹത്തെ പല തട്ടുകളിലായി വിഭജിച്ചിരുന്നു. ഇതറിയപ്പെടുന്നത് എസ്റ്റേറ്റുകൾ എന്നാണ്. ഫ്രഞ്ച് സമൂഹത്തിൽ 3 എസ്റ്റേറ്റുകളാണുള്ളത്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരായിരുന്നു, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരായിരുന്നു, മൂന്നാമത്തെ എസ്റ്റേറ്റിലായിരുന്നു കർഷകർ, കൈത്തൊഴിലുകാർ, കച്ചവടക്കാർ, എഴുത്തുകാർ, ഉദ്യോഗസ്ഥർ ഇവരൊക്കെ ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ തട്ടിലുള്ള പുരോഹിതന്മാർ കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന നികുതി തിഥൈ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ തിഥൈ എന്താണ്? ഒന്നാമത്തെ തട്ടിലുള്ള പുരോഹിതന്മാർ ആരിൽ നിന്നും? കർഷകരിൽ നിന്നും പിരിക്കുന്ന നികുതി, തിഥൈ. ഫ്രഞ്ച് സമൂഹത്തിലെ മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ സർക്കാരിന് നൽകേണ്ട ഭൂനികുതി അറിയപ്പെടുന്നത് തൈലേ എന്നാണ്. തൈലേ എന്താണ്? സർക്കാരിന് നൽകേണ്ട ഭൂനികുതി. ആര്? മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാർ ആരൊക്കെ? 3 പേരാണുള്ളത്. റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ. റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ. റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ ആരാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞതാര്? റൂസോയാണ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എല്ലായിടത്തും അവൻ ചങ്ങലകളിലാണെന്ന് പറഞ്ഞത് റൂസോയാണ്.
സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന ഗ്രന്ഥം രചിച്ചതും റൂസോ തന്നെയാണ്. സോഷ്യൽ കോൺട്രാക്റ്റ് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നഭിപ്രായപ്പെട്ടു ഇദ്ദേഹം. ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് റൂസോയുടെ തന്നെ ആശയങ്ങളാണ്. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചതും റൂസോ തന്നെയാണ്. അപ്പോൾ സോഷ്യൽ കോൺട്രാക്റ്റ്, ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. ഇതൊക്കെ ആരാണ്? റൂസോയാണ്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് മൊണ്ടസ്ക്യൂ ആണ്. അപ്പോൾ 3ആയി തിരിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മൊണ്ടസ്ക്യൂ ആണ്. ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ അറിയപ്പെട്ടിരുന്നത് സ്റ്റേറ്റ്സ് ജനറൽ എന്നാണ്. ഫ്രാൻസിലെ ജനപ്രതിനിധി സഭ അറിയപ്പെട്ടിരുന്നത് സ്റ്റേറ്റ്സ് ജനറൽ എന്നാണ്. ഫ്രഞ്ച് സമൂഹത്തെ പോലെ ഇതിന് 3 തട്ടുകൾ ഉണ്ടായിരുന്നു. ഫ്രാൻസിലെ ജനപ്രതിനിധി സഭയിലെ 3ാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെട്ടിരുന്നത് കോമൺസ് എന്നാണ്. ഇപ്പം എന്താണ് കോമൺസ്? ഫ്രാൻസിലെ ജനപ്രതിനിധി സഭയിലെ 3ാമത്തെ എസ്റ്റേറ്റ് അറിയപ്പെട്ടിരുന്നതാണ്. ജനപ്രതിനിധി സഭ എന്തെന്നാണ് അറിയപ്പെട്ടിരുന്നത്? സ്റ്റേറ്റ്സ് ജനറൽ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുമായി ബന്ധമുള്ള വിപ്ലവം ഫ്രഞ്ച് വിപ്ലവമാണ്. അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയുമായി ബന്ധമുള്ള വിപ്ലവം ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ? ജനപ്രതിനിധി സഭയിൽ ഓരോ വിഭാഗത്തിനും ഓരോ വോട്ട് എന്നതായിരുന്നു കീഴ്വഴക്കം. ഇതനുസരിച്ച് രാജാവിന് ആദ്യത്തെ 2 സഭയുടെയും പിന്തുണയോടെ നിയമനിർമ്മാണത്തിന് കഴിഞ്ഞിരുന്നു. അതായത് ജനവിരുദ്ധമായ നിയമനിർമ്മാണങ്ങൾ പോലും നടത്തിയിരുന്നു. ഓരോ അംഗത്തിനും 1 വോട്ട് വേണമെന്ന 3ാമത്തെ എസ്റ്റേറ്റുകാർ ആവശ്യമുന്നയിച്ചു. ഇത് വോട്ടിങ്ങിനിടെ തർക്കമുണ്ടാക്കി. അങ്ങനെ 3ാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു. ശേഷം അവർ അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച് ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത്. 1789 ജൂൺ 20-നായിരുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. എന്നായിരുന്നു? 1789 ജൂൺ 20-നായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റിൻ ജയിൽ തകർത്തതാണ്. എന്താണ്? ബാസ്റ്റിൻ ജയിൽ തകർത്തതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നത്. 1789 ജൂലൈ 14-നാണ് ബാസ്റ്റിൻ ജയിൽ തകർത്തത്. 1789 ജൂലൈ 4-നാണ് ബാസ്റ്റിൻ ജയിൽ തകർത്തത്. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് നൽകിയ ആശയങ്ങൾ: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രെറ്റേണിറ്റി. ഫ്രഞ്ച് വിപ്ലവം ലോകത്തിന് നൽകിയ ആശയങ്ങൾ എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് 1789 ഓഗസ്റ്റ് 12-നാണ്. 1789 ഓഗസ്റ്റ് 12-നാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത്. പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത് 1789 ഒക്ടോബറിലാണ്. അപ്പോൾ 1789 ഒക്ടോബറിലാണ് പാരീസ് നഗരത്തിലെ സ്ത്രീകൾ ഭക്ഷണം വേണമെന്ന മുദ്രാവാക്യവുമായി എങ്ങോട്ടേക്ക്? വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തിയത് 1789 ഒക്ടോബറിൽ. ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത് 1792 സെപ്റ്റംബറിലാണ്. എന്നാണ്? 1792 സെപ്റ്റംബറിലാണ് ഫ്രാൻസിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത്. ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ട പ്രമുഖർ: ലൂയി 16-നും ഭാര്യ മേരി ആന്റോയിനറ്റും റോബോസ്ഫിയറും ശാസ്ത്രജ്ഞൻ ലാവോസിയയുമാണ്. 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് മിറാബോ, ടാൻഡൻ തുടങ്ങിയവരെ അംഗങ്ങളാക്കി റോബോസ്ഫിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതു സുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. ശത്രുക്കളെന്ന് തോന്നിയവരെല്ലാം റോബോസ്ഫിയറും കൂട്ടരും ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിച്ചു. രാജാവും രാജ്ഞിയും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ഇതിനിരയായി. ഒടുവിൽ ക്ഷുഭിതരായ ജനങ്ങൾ ഭീകരവാഴ്ചയ്ക്ക് നേതൃത്വം കൊടുത്ത റോബോസ്ഫിയറെയും ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിച്ചു. 1793 ജൂലൈ മുതൽ 94 ജൂലൈ വരെയൊക്കെ നീണ്ടുനിന്ന ഈ ഒരു ഭരണമാണ് ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നത്. ഫ്രാൻസിൽ ഭീകരവാഴ്ച കാലഘട്ടത്തിൽ ശിരച്ഛേദം ചെയ്ത് വധശിക്ഷ നടപ്പാക്കാൻ ഉപയോഗിച്ച യന്ത്രമാണ് ഗില്ലറ്റിൻ. അപ്പോൾ ആരെയൊക്കെയാണ്? ലൂയി 16-നും ഭാര്യ മേരി ആന്റോയിനറ്റ്, റോബോസ്ഫിയർ, ശാസ്ത്രജ്ഞൻ ലാവോസിയൊക്കെയാണ് ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധിക്കപ്പെട്ടത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്മരണാർത്ഥം ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. അപ്പോൾ ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരിയാര്? ടിപ്പു സുൽത്താൻ.
പൗരനായ ടിപ്പു എന്ന പേര് ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചതാണ്. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്ത വർഷം 1799. 1799 നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തത്. വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ യൂറോപ്യൻ സൈന്യം തോൽപ്പിച്ചത് 1815. അപ്പോൾ 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ യൂറോപ്യൻ സൈന്യം തോൽപ്പിച്ചു. അതിനുശേഷം എന്ത് ചെയ്തു? നെപ്പോളിയനെ സെന്റ് ഹെലേന ദ്വീപിലേക്ക് നാടുകടത്തി. എങ്ങോട്ടേക്കാണ്? സെന്റ് ഹെലേന ദ്വീപിലേക്ക് ആരെ നാടുകടത്തി? നെപ്പോളിയനെ നാടുകടത്തി. പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചത് നെപ്പോളിയനാണ്. അപ്പോൾ എന്താണ് സിങ്കിങ് ഫണ്ട്? പൊതുകടം ഇല്ലാതാക്കാൻ ഒരു ഫണ്ടാണ് സിങ്കിങ് ഫണ്ട്. ആര് രൂപീകരിച്ചതാണ്? നെപ്പോളിയൻ. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചത് നെപ്പോളിയനാണ്. ഫ്രാൻസിൽ നിലവിലുള്ള നിയമങ്ങളെ ക്രോഡീകരിച്ച് പുതിയ നിയമസംഹിത ഉണ്ടാക്കിയതും നെപ്പോളിയനാണ്. അപ്പോൾ ബാങ്ക് ഓഫ് ഫ്രാൻസ്, പൊതുകടമില്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട്, പിന്നെ എന്ത് ചെയ്തു? ഫ്രാൻസിൽ നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് പുതിയ നിയമസംഹിത ഉണ്ടാക്കി. വരും തലമുറ തന്നെ ഓർക്കുന്നത് തൻ്റെ നിയമസംഹിതയുടെ പേരിലായിരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആധുനിക ഫ്രാൻസിന്റെ ജസ്റ്റീനിയൻ എന്ന് നെപ്പോളിയനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നഭിപ്രായപ്പെട്ടതാര്? മെറ്റേർണിക് ആണ്. ഇദ്ദേഹം ഓസ്ട്രിയൻ ഭരണാധികാരിയാണ്. ആര്? മെറ്റേർണിക്. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്നാണ് ആര് പറഞ്ഞത്? മെറ്റേർണിക് പറഞ്ഞത്. മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ എന്ന കവിത എഴുതിയത് പാബ്ലോ നെരൂദയാണ്. പാബ്ലോ നെരൂദയാണ്, ലാറ്റിൻ അമേരിക്കൻ കവിയാണ് ഇദ്ദേഹം. മാച്ചു പിച്ചുവിന്റെ ഉയരങ്ങൾ എന്ന കവിത എഴുതിയത് ആരാണ്? പാബ്ലോ നെരൂദ. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ മാച്ചു പിച്ചു ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? പെറുവിലാണ്. അപ്പോൾ എവിടെയാണ് മാച്ചു പിച്ചു സ്ഥിതി ചെയ്യുന്നത്? പെറുവിലാണ്. ലാറ്റിൻ അമേരിക്കൻ കോളനി ഭരണത്തിന് കീഴിലാക്കിയത് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ചേർന്നാണ്. അപ്പോൾ ലാറ്റിൻ അമേരിക്കയെ കോളനി ഭരണത്തിന് കീഴിലാക്കിയത് ആരൊക്കെയാണ്? സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ചേർന്നാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യത്തിനായി വിപ്ലവം നയിച്ചവർ ആരൊക്കെയാണ്? സൈമൺ ബൊളിവർ, ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാഡ. ആരൊക്കെ ചേർന്നാണ്? 3 പേരാണ്. സൈമൺ ബൊളിവർ, ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിറാഡ. റഷ്യ ഭരിച്ചിരുന്നത് സാർ ചക്രവർത്തിമാരാണ്. റഷ്യ ഭരിച്ചിരുന്നത് സാർ ചക്രവർത്തിമാരാണ്. അമ്മ എന്ന നോവൽ രചിച്ചത് മാക്സിം ഗോർക്കി. ആരാണ്? മാക്സിം ഗോർക്കിയാണ് അമ്മ എന്ന നോവൽ രചിച്ചത്. ജോൺ റീഡിന്റെ ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം എന്ന നോവലിനെ ആധാരമാക്കി നിശബ്ദ ചലച്ചിത്രം സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീൻ ആണ്. റഷ്യക്കാരനാണ് സെർഗി ഐസൻസ്റ്റീൻ. ഇദ്ദേഹത്തിന്റെ സിനിമയുടെ പേരെന്താണ്? ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ. അപ്പോൾ ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ സംവിധാനം ചെയ്തത് സെർഗി ഐസൻസ്റ്റീൻ. ഏത് നോവലിനെ? ലോകത്തെ പിടിച്ചുകുലുക്കിയ 10 ദിവസം. ആരുടെ? ജോൺ റീഡിന്റെ. അപ്പോൾ സിനിമയുടെ പേരെന്താണ്? ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ. ഇതൊരു നിശബ്ദ ചലച്ചിത്രമാണ്. യഥാർത്ഥത്തിൽ റഷ്യൻ യുദ്ധക്കപ്പലായ പൊട്ടൻകീനിൽ നടന്ന നാവികരുടെ കലാപത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ബാറ്റിൽ ഷിപ്പ് പൊട്ടൻകീൻ. സംവിധാനം സെർഗി ഐസൻസ്റ്റീൻ. മാർക്സിസ്റ്റ് ആശയങ്ങൾ തങ്ങളുടെ കൃതികളിലൂടെ പ്രചരിപ്പിച്ചത് കാൾ മാക്സും ഫ്രെഡറിക് ഏംഗൽസുമാണ്. മാർക്സിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ആരൊക്കെയാണ്? കാൾ മാക്സും ഫ്രെഡറിക് ഏംഗൽസും. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി റഷ്യയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഏതാണ്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. ഈ പാർട്ടി പിന്നീട് മെൻഷെവുക്കുകൾ, ബോൾഷെവുക്കുകൾ എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞു. മെൻഷെവുക്കുകൾ എന്നാൽ ന്യൂനപക്ഷവും ബോൾഷെവുക്കുകൾ എന്നാൽ ഭൂരിപക്ഷവും. മെൻഷെവുക്കുകളുടെ നേതാവാരാണ്? അലക്സാണ്ടർ കെരൻസ്കിയാണ്. അലക്സാണ്ടർ കെരൻസിയാണ് മെൻഷെവുക്കുകളുടെ നേതാവ്. ബോൾഷെവുക്കുകൾക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയുമാണ്. ആരൊക്കെ ചേർന്നാണ്? ലെനിനും ട്രോട്സ്കിയും. 1905 റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യ പരാജയപ്പെട്ടു. അപ്പോൾ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം വരാം. എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1905 യുദ്ധത്തിലേറ്റ പരാജയം മൂലം പ്രതിസന്ധിയിലായ റഷ്യയിൽ രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും
ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത്, എവിടെയാണ് പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു. നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ട ഈ സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്ഥലം ഏതാണ്? പെട്രോഗ്രാഡ്. 1905 ജനുവരി 9. എന്താണ് സോവിയറ്റുകൾ? ഈ ഒരു കാലഘട്ടത്തിൽ സമരങ്ങൾ നടത്തുവാനായി രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘങ്ങളാണ് സോവിയറ്റുകൾ. അപ്പോൾ ഈ സോവിയറ്റുകൾ എന്താണ്? ഈ തൊഴിലാളികളുടെ സംഘങ്ങളാണ്. സമരം രൂപീകരിക്കാനായിട്ട് അല്ലെങ്കിൽ സമരം നടത്താനായിട്ട് രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘങ്ങളാണ് എന്ത്? സോവിയറ്റുകൾ. അപ്പോൾ ഈ സോവിയറ്റുകളുടെ സമരം ശക്തമായതിനെ തുടർന്ന് ചക്രവർത്തി രൂപീകരിച്ച നിയമനിർമ്മാണ സഭയാണെന്ത്? ദ്യൂമ. അപ്പോൾ എന്താണ്? നിയമനിർമ്മാണ സഭ. ഒന്നാം ലോകമഹായുദ്ധം തുടങ്ങിയ വർഷം ഏതാണ്? 1914. ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. ആരാണ്? നിക്കോളാസ് രണ്ടാമൻ. ഫലമോ? അനേകം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടു. രാജ്യത്ത് ഭക്ഷ്യദൗർലഭ്യം നേരിട്ടു. സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി പ്രകടനം നടത്തി. അതെന്നാണ്? 1917 മാർച്ച് 8. അത് ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഓർത്തു വച്ചിരിക്കാം. 1917 മാർച്ച് 8. അങ്ങനെ സൈനികർ പോലും തൊഴിലാളികൾക്കൊപ്പം ചേർന്ന് ഭരണാധികാരിക്ക് നേരെ തിരിഞ്ഞു. അങ്ങനെ എന്ത് സംഭവിച്ചു? അവസാനം നിക്കോളാസ് രണ്ടാമന് ഭരണമൊഴിയേണ്ടി വന്നു. പകരം ഒരു താൽക്കാലിക ഭരണം നിലവിൽ വന്നു. ഇതാണ് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ റഷ്യൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഫെബ്രുവരി വിപ്ലവം നടന്ന മാസം മാർച്ച് മാസമാണ്. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പുറകിലായതിനാലാണ് മാർച്ചിൽ നടന്ന ഈ വിപ്ലവം ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഫെബ്രുവരി വിപ്ലവത്തെ തുടർന്ന് ഭരണം നഷ്ടപ്പെട്ടത് ആർക്കാണ്? നിക്കോളാസ് രണ്ടാമനാണ്. നിക്കോളാസ് രണ്ടാമനെ സ്ഥാനമൊഴിച്ച ശേഷം റഷ്യയിൽ നിലവിൽ വന്ന താൽക്കാലിക ഗവൺമെന്റിന് നേതൃത്വം കൊടുത്തത് ആരാണ്? അലക്സാണ്ടർ കെരൻസ്കിയാണ്. ഈ ഭരണത്തെ സോവിയറ്റുകളിലെ ഒരു വിഭാഗം അംഗീകരിച്ചില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്ന ലെനിൻ തിരികെ എത്തി താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തു. അധികാരം സോവിയറ്റുകൾക്ക് കൈമാറാൻ ആവശ്യപ്പെട്ടു. അതോടെ സോവിയറ്റുകളും ബോൾഷെവിക്കുകളും ലെനിനെ പിന്തുണച്ചു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 1917 ഒക്ടോബർ മാസം ബോൾഷെവിക്കുകൾ താൽക്കാലിക സർക്കാരിന് എതിരെ സായുധ കലാപം തുടങ്ങി. താൽക്കാലിക സർക്കാർ ആരാണ്? അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് താൽക്കാലിക സർക്കാർ. അങ്ങനെ കെരൻസ്കി രാജ്യം വിട്ടു പോവുകയും ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിക്കുകയും ചെയ്തു. ഈ സംഭവം ഒക്ടോബർ വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഒക്ടോബർ വിപ്ലവം എന്നാണ് നടന്നത്? നവംബർ മാസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം നവംബർ മാസമാണ് വിപ്ലവം നടന്നത്. വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക്കുകൾ ഒക്ടോബർ വിപ്ലവം നടത്തിയത് എവിടെയാണ്? റഷ്യയിലാണ്. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകി. പുതിയ ഭരണഘടന നിലവിൽ വരികയും സോവിയറ്റ് റിപ്പബ്ലിക്കുകളെല്ലാം ചേർത്ത് സോവിയറ്റ് യൂണിയൻ USSR രൂപീകരിക്കുകയും ചെയ്തു. ഇത് രൂപീകരിച്ച വർഷം ഏതാണ്? 1924 സോവിയറ്റ് യൂണിയൻ രൂപീകരിച്ചത്. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയങ്ങളും നടപ്പിലാക്കപ്പെട്ട രാജ്യം ഏതാണ്? ചൈനയാണ്. എന്താണ് കറുപ്പ് വ്യാപാരം? ബ്രിട്ടീഷുകാർ തങ്ങളുടെ വ്യാപാര നഷ്ടം നികത്തുവാൻ ചൈനയിലേക്ക് വൻതോതിൽ ലഹരി പദാർത്ഥമായ കറുപ്പ് കയറ്റുമതി ചെയ്തു. അങ്ങനെ കൊള്ള ലാഭമുണ്ടാക്കി. കറുപ്പ് കച്ചവടത്തിലൂടെ ലാഭമുണ്ടാക്കുന്നതിന് പുറമെ ചൈനക്കാരെ ലഹരി മരുന്നിൻ്റെ അടിമകളാക്കി മാറ്റാനും ഈ വെള്ളക്കാരുടെ ലക്ഷ്യമായിരുന്നു. ഇതാണ് കറുപ്പ് വ്യാപാരം. തുറന്ന വാതിൽ നയം എന്താണ്? 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ചൈനയിൽ വ്യാപാര ആനുകൂല്യം സ്വന്തമാക്കി. എന്നാൽ ചൈനയിൽ വേണ്ടവിധം ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന അമേരിക്കയ്ക്ക് ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. തുടർന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ്, ആരാണ്? ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് എന്ത്? തുറന്ന വാതിൽ നയം. ഈ നിയമം അനുസരിച്ച് എല്ലാ രാജ്യങ്ങൾക്കും ചൈനയുടെ കമ്പോളത്തിൽ തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് വാദിച്ചു. ചൈനയിൽ ഇടപെടുവാൻ അമേരിക്കയ്ക്ക് അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ ഒരു നയത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ തുറന്ന വാതിൽ നയം പ്രഖ്യാപിച്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആരാണ്? ജോൺ ഹേയ് ആണ്. ബോക്സർ കലാപം നടന്ന രാജ്യം ചൈനയാണ്. 1900 ഈ ബോക്സർ കലാപം. ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു ഇവരുടെ മുദ്ര എന്ന് പറയുന്നത്. ചൈന ഭരിച്ച അവസാനത്തെ രാജവംശം ഏതാണ്? മഞ്ചു രാജവംശമാണ്.
മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായ വിപ്ലവമാണ് 1911 ചൈനീസ് വിപ്ലവം. ഡോക്ടർ സൺ യാത് സെൻ ആണ് വിപ്ലവത്തിന് നേതൃത്വം നൽകിയത്. കുമിന്താങ് പാർട്ടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ പാർട്ടി. അപ്പോൾ ചൈന ഭരിച്ച അവസാനത്തെ രാജവംശം ഏതാണ്? മഞ്ജു രാജവംശം. മഞ്ജു രാജവംശത്തിന് അധികാരം നഷ്ടപ്പെടാൻ കാരണമായത് 1911 ചൈനീസ് വിപ്ലവമാണ്. നേതൃത്വം കൊടുത്തത് ഡോക്ടർ സൺ യാത് സെൻ ആണ്. കുമിന്താങ് പാർട്ടിയായിരുന്നു ഇദ്ദേഹത്തിന്റെ പാർട്ടി. 1911 സൺ യാത് സെന്നിന്റെ നേതൃത്വത്തിൽ കുമിന്താങ് പാർട്ടി റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു. 1912 ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നു. 1912 ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നത്. ഡോക്ടർ സൺ യാത് സെൻ പ്രാധാന്യം നൽകിയ ആശയങ്ങൾ ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം. സൺ യാത് സെന്നിനു ശേഷം ചൈനയിൽ അധികാരത്തിൽ വന്നത് ആരാണ്? ചിയാങ് കൈഷക് ആണ്. ചിയാങ് കൈഷക് ആണ് സൺ യാത് സെന്നിനു ശേഷം അധികാരത്തിൽ വന്നത്. ചൈനയിൽ സൈനിക ഏകാധിപത്യത്തിന് തുടക്കം കുറിച്ച കൈഷക് വിദേശ ശക്തികൾക്ക് യഥേഷ്ടം ചൈനയിൽ ഇടപെടാൻ അവസരം നൽകി. ഇത് ചൈനയിൽ മറ്റൊരു നേതാവ് ഉയർന്നു വരാൻ കാരണമായി. മാവോ സേതുങ് ലോങ് മാർച്ച് നയിച്ച വർഷം ഏതാണ്? 1934 മാവോ സേതുങ് ലോങ് മാർച്ച് നയിച്ച വർഷം 1934. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് മാവോ സേതുങ്. 12,000 കിലോമീറ്റർ താണ്ടിയ യാത്ര തെക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ പടിഞ്ഞാറ് യനാൻ വരെയായിരുന്നു. അപ്പോൾ മാവോ സേതുങ്ങിന്റെ ലോങ് മാർച്ച് എവിടം തൊട്ട് എവിടം വരെയായിരുന്നു? തെക്കൻ ചൈനയിലെ കിയാങ്സി മുതൽ പടിഞ്ഞാറ് യനാൻ വരെയായിരുന്നു. 12,000 കിലോമീറ്റർ ആണ് ഉണ്ടായിരുന്നത്. ചുവപ്പ് സേനയ്ക്ക് നേതൃത്വം നൽകിയത് മാവോ സേതുങ് ആണ്. അപ്പോൾ ഈ ചുവപ്പ് സേന എന്ത് ചെയ്തു? കുമിന്താങ് ഭരണകേന്ദ്രം കൈക്കലാക്കി. അതോടെ ചിയാങ് കൈഷക് രാഷ്ട്രീയ അഭയം തേടിയ രാജ്യം തായ്വാൻ ആണ്. ഏതാണ് രാജ്യം? തായ്വാൻ. ആര്? ചിയാങ് കൈഷക് രാഷ്ട്രീയ അഭയം തേടിയ രാജ്യമാണ് തായ്വാൻ. മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ ചൈനീസ് റിപ്പബ്ലിക് നിലവിൽ വന്നത് എന്ന് 1949 ഒക്ടോബർ 1. അപ്പോൾ മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ ചൈനീസ് റിപ്പബ്ലിക് 1949 ഒക്ടോബർ 1. ഓക്കെ. അപ്പോൾ SCERTലെ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.